started together this morning. ഇന്ന് രാവിലെ നമ്മൾ പഠിച്ച ആ ഭാഗത്തേക്കും കൂടെ നമ്മൾ പെട്ടെന്ന് ഒന്ന് കടന്നു വരാൻ പോവുക. We started talking about Joshua. യോശുവയെ കുറിച്ച് നമ്മൾ രാവിലെ ഒന്ന് ചിന്തിച്ചായിരുന്നു. And the people of Israel crossing the Jordan River with him into the promised land. നോക്കുക, ആ യോശുവയോട് കൂടെ ആണ് ഇസ്രായേൽ ജനങ്ങൾ വാഗ്ദത്ത ദേശത്തേക്ക് എന്ത് ചെയ്യുന്നത്, പ്രവേശിക്കുന്നത്. Do you remember what the word Jordan means? യോർദാൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്തുവാന്ന് ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞു? കീഴോട്ട്, താഴോട്ട്, to flow down, താഴേക്ക് ഒഴുകുക എന്നാണ് യോർദാൻ എന്ന പദത്തിന്റെ അർത്ഥം. or to descend. ഇറങ്ങുക എന്നർത്ഥം. It started in the north part of Israel. ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്താണെന്നാണ് യോർദാൻ എന്ത് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്. And it flowed down even in elevation. നോക്കുക, അവിടുന്ന് താഴോട്ടാണ് എന്ത് ചെയ്യുന്നത്, യോർദാൻ നദി ഒഴുകി ഒഴുകി വരുന്നത്. And where did it end? എവിടെയാണത് അവസാനിക്കുന്നത്? ചാവുകടലിലാണ് യോർദാൻ വന്ന് അവസാനിക്കുന്നത്. The Dead Sea. Yeah. Did they get that one right? Yes, I think yeah, they did. Yeah. They got it. In the Dead Sea. So we could think of it like this. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. The Jordan River was descending to death. യോർദാൻ നദി എങ്ങോട്ടൊക്കെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? ചാവുകടലിലേക്ക്, എന്ന് പറഞ്ഞാൽ മരണക്കടൽ. ചാവുകടൽ എന്നുള്ള മരണക്കടലിലേക്കാണ് യോർദാൻ നദി കൊണ്ട് അവസാനിക്കുന്നത്. But Joshua and the priests entered the river. എന്നാൽ ഇവിടെ ഇതാ യോശുവയും യോശുവയുടെ കൂടെയുള്ള ജനങ്ങളും ഈ യോർദാൻ നദിയിൽ ഒഴുകി താഴോട്ടല്ല പോയത്, അവർ യോർദാനെ കടന്ന് വാഗ്ദത്ത ദേശത്തേക്ക് അവർ പ്രവേശിക്കുക. And the story says the water stood up all the way to a place called Adam. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, പുരോഹിതന്മാരുടെ കാല് ഈ വെള്ളത്തിൽ ചവിട്ടിയ ആ നിമിഷം തന്നെ ആദം പട്ടണം വരെ ഈ വെള്ളം ചിറ പോലെ നിന്നു എന്ന് വായിക്കുന്നു. And that descending to death was stopped. നോക്കുക, മരണത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ആ നദി അവിടെ കൊണ്ട് നിൽക്കുകയാണ്. ഇനി ആ നദി മരണത്തിലേക്കല്ല ഒഴുകുന്നത്. So the people could cross over. നോക്കുക, ജനം ഇപ്പോൾ അത് കടന്ന് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുക. Their wandering in the wilderness was over. നോക്കുക, മരുഭൂമിയിലെ 40 വർഷത്തെ ഉഴൽച്ച തീർന്നു. And their life in the promised land could begin. നോക്കുക, വാഗ്ദത്ത ദേശത്തുള്ള അവരുടെ ജീവിതം ആരംഭിക്കാൻ തുടങ്ങി. Okay, now we come to a part of the journey that is probably my favorite. അടുത്ത ഇസ്രായേൽ ജനങ്ങളുടെ യാത്രയോടുള്ള ബന്ധം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമായ, എന്നെ ഏറ്റവും ആനന്ദിപ്പിക്കുന്ന ഒരു ഭാഗമായി ഇനി ഞാൻ പറയാൻ പോകുന്നത്. Sometimes it makes me cry happy tears. ചിലപ്പോഴെല്ലാം ഈ ഭാഗം ഞാൻ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ സന്തോഷത്തോണ്ട് കരഞ്ഞു പോകാറുണ്ട്. Let's go back to the time when Jesus died and was buried. യേശു മരിച്ചതായ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. അവനെ ക്രൂശീകരിച്ച് അവനെ അടക്കം ചെയ്ത ആ സമയത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. Remember with Joshua, ശ്രദ്ധിച്ചാട്ടെ, യോശുവയുടെ കാലത്ത് the water went back to a place called Adam. നോക്കുക, വെള്ളം പുരോഹിതന്മാരുടെ കാല് വെച്ച ഉടനെ ആ വെള്ളം എന്ത് ചെയ്യുന്നു, വടക്കോട്ട് മാറി ആദം പട്ടണം വരെ ആ വെള്ളം ചിറക് പോലെ നിൽക്കുക. Keep that in your mind. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. John chapter 19. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. We talked about Jesus being traded by Judas for silver. ഇതാ യേശുവിനെ യൂദ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തിരിക്കുന്നു. Like Joseph in the Old Testament. പഴയ നിയമത്തിലെ യോസഫിനെ സ്വന്തം സഹോദരന്മാർ വിറ്റുകളഞ്ഞതുപോലെ. We talked about the cross being seen at Passover and in the wilderness with Balaam. പെസഹ കുഞ്ഞാടിനെ അടുത്തടുത്ത് യേശുക്രിസ്തുവിന്റെ ക്രൂശി മരണത്തിന്റെ നിഴലിനെ നമ്മൾ കണ്ടു. ബിലെയാം ശപിക്കാൻ വരുമ്പോഴും ഇതാ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനത്തെ ബിലെയാം കാണുന്നു. So Jesus was crucified on the cross. യേശുവിനെ ക്രൂശിച്ചതായി നമുക്ക് കാണാൻ കഴിയും. Let's read John chapter 19. യോഹന്നാൻ 19-ാം അധ്യായം verses 41 and 42. 41-42 വാക്യങ്ങൾ നമ്മളോട് വായിക്കുന്നു. Go ahead please. അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുൻപേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. Oh, this makes me happy. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു വേദഭാഗമായത്. Where Jesus was crucified, യേശുവിനെ ക്രൂശിച്ച ആ സ്ഥലം, there was a garden. അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. Is that what we read in the text? അതാണ് നമ്മൾ വായിച്ചത്.
where he was crucified, അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. there was a garden. അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. Where he died, താൻ എവിടെ മരിച്ചോ there was a garden. അവിടെ ഒരു തോട്ടം നാം കാണുന്നുണ്ട്. And in that garden was a tomb ആ തോട്ടത്തിൽ ഒരു കല്ലറയും ഉണ്ടായിരുന്നു. that had never been used. ആരെയും ഒരിക്കലും അടക്കിയിട്ടില്ലാത്തൊരു കല്ലറ. Where was Adam when his life began? ആദാം തൻ്റെ ജീവിതം ആരംഭിച്ചത് എവിടെ വെച്ചായിരുന്നു? He was in a garden. തോട്ടത്തിൽ നിന്നാണ് ആദാം തൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. The place that Adam and his wife had to leave was the garden. ആദാമിനും ഹവ്വയ്ക്കും അവരുടെ ജീവിതം ആ തോട്ടത്തിൽ നിന്ന് തന്നെ അനുസരണക്കേട് നിമിത്തം അവസാനിപ്പിക്കേണ്ടതും അല്ലെങ്കിൽ പുറത്താകേണ്ടിയും വന്നു. So if we take the language that we saw in Joshua, we might say the descending to death started. നോക്കുക, ഒരർത്ഥം പറഞ്ഞാൽ ആ അനുസരണക്കേട് നിമിത്തം മരണത്തിലേക്കുള്ള മനുഷ്യൻ്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. When the first people had to leave their garden. ആദിമ മനുഷ്യൻ ഏദൻ തോട്ടം വിട്ട ആ നിമിഷം മുതൽ തുടർന്ന് അവരുടെ യാത്ര എങ്ങോട്ടായിരുന്നു? മരണത്തിലേക്കായിരുന്നു. And we've been journeying backwards with Jesus. ഇപ്പോഴും നാം യേശുവിനോട് കൂടെ യാത്ര പുറകോട്ട് നടന്നു നോക്കുമ്പോൾ കാണുന്നത്, what did the water do when Joshua and the priest entered the river? നോക്കുക, പുരോഹിതന്മാർ നിയമപ്പെട്ടകവുമായി യോർദാനിൽ കാല് വെച്ചപ്പോൾ സംഭവിച്ചത് തന്നെയാണ്. It was pushed back and it stood up. നോക്കുക, ഒരു ഭാഗത്തെ വെള്ളം മുഴുവനും ചാവുകടലിൽ പോയി അവസാനിക്കുന്നു. മറ്റേ ഭാഗത്തെ വെള്ളം ആദാം വരെ നിന്ന് ഒരു ചിറ പോലെ നിൽക്കുകയാണ് ചെയ്യുന്നത്. At a place called Adam. ആദാം പട്ടണം വരെ ആ വെള്ളം പോയി ചിറ പോലെ നിൽക്കുകയാണ്. Jesus' journey going in reverse. യേശുവിൻ്റെ ജീവിതത്തെ പഠിച്ച് നോക്കിയാൽ ഇതാ ഇത് പുറകോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴ് takes him to a garden. ഇതാ തന്നെ ക്രൂശിക്കുന്നത് ഒരു തോട്ടത്തിൽ വെച്ച്. How many of you know the word redeem? വീണ്ടെടുക്കുക എന്നുള്ളൊരു പദം അറിയാവുന്ന എത്ര പേരുണ്ട്? Redeem is like undoing everything that went wrong. അതായത് വീണ്ടെടുക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം തെറ്റായി ചെയ്തതിനെയെല്ലാം തിരിച്ച് അഴിച്ച് പൂർവ്വസ്ഥാനത്ത് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. Maybe you go to your home one day. ഒരുപക്ഷെ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. And you see, oh, the children have been playing in the house. പിള്ളേർ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുക. And they have some toys on the floor. ആ താഴെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ടോയ്സ് എല്ലാം, കളിപ്പാട്ടങ്ങളെല്ലാം കിടപ്പുണ്ട്. Or you need to prepare dinner and the toys are where you need to prepare the food. നോക്കുക, ഈ പിള്ളേർ കളിച്ച് കളിപ്പാട്ടങ്ങൾ ഇട്ടെടുത്താണ് ഇനി ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് വരുന്ന ആളുകളെ ഇരുത്തി ഭക്ഷണം കൊടുക്കേണ്ടത്. And you say, this is not right. എന്നിട്ട് നമ്മൾ പറയുന്നു, അയ്യോ ഇതെന്താ ഇങ്ങനെ ഇവിടെ കിടക്കുന്നത്, ശരിയല്ലല്ലോ. I cannot prepare the food until I get rid of the toys. നോക്കുക, ഈ കളിപ്പാട്ടങ്ങളെല്ലാം പറക്കി പൂർവ്വസ്ഥാനത്ത് വെക്കാത്തിടത്തോളം കാലം എനിക്ക് ഇവിടുന്ന് പണിയെടുത്ത് ആഹാരം ഉണ്ടാക്കാൻ ഒക്കത്തില്ല. So you call the children and you say, take these toys away. പിള്ളേരോട് പറഞ്ഞു, വന്ന് ഇതെല്ലാം വെക്കേണ്ട സ്ഥാനത്ത്, ഇരിക്കേണ്ട സ്ഥാനത്ത് എല്ലാം തിരിച്ചു കൊണ്ടുവയ്ക്കാൻ നമ്മൾ പിള്ളേരോട് പറയുന്നു. They undo what was wrong so that you could prepare the food. നോക്കുക, അവരെന്ത് ചെയ്യുന്നു? അതുവരെ അവർ ചെയ്തതിനെയെല്ലാം വീണ്ടും അഴിച്ചു പറിച്ച് എല്ലാം വീണ്ടും പൂർവ്വസ്ഥാനത്തേക്ക് ആ കളിപ്പാട്ടങ്ങളെല്ലാം കൊണ്ട് പൂർവ്വസ്ഥാനത്ത് കൊണ്ടിട്ട് വെക്കുന്നതാണ്. So Jesus has journeyed back. യേശു അതാണ് ചെയ്തത്. And he has undone what went wrong. നോക്കുക, എന്താണോ മാനവരാശിക്ക് പറ്റിയത്, മാനവരാശിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം കർത്താവ് അത് അഴിച്ച് തിരിച്ചഴിച്ച് മനുഷ്യനെ സ്വതന്ത്രനാക്കി ദൈവത്തോട് സ്വാതന്ത്ര്യമുള്ള ഒരു ജനമാക്കി മനുഷ്യനെ തീർക്കുക ചെയ്യുന്നത്. So Jesus was crucified. യേശുവിൻ്റെ ക്രൂശീകരണം നടക്കുന്നു. He was buried. ആ തോട്ടത്തിൽ അവനെ അടക്കുന്നു. And then they had the Sabbath day. അതിനുശേഷം ശബത്ത് വരുന്നു. And then the next morning, അടുത്ത ദിവസം രാവിലെ Mary and some other women come to the tomb. മറിയയും ചില സഹോദരിമാരും കല്ലറ കാണുവാൻ വരുന്നു. They find the tomb is empty. They don't know where Jesus has been taken to. അവർ വന്ന് നോക്കുമ്പോൾ കല്ലറ ഒഴിഞ്ഞു കിടക്കുക. യേശുവിനെ ആര് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് അവരറിയുന്നില്ല. And Mary is crying. മറിയ കരഞ്ഞുകൊണ്ടിരിക്കുക. And she hears someone speak to her. ആ കരച്ചിലിന്റെ മധ്യത്തിൽ അവരെ ആരോ വിളിക്കുന്നതായിട്ട് അവൾ കേട്ടു. Why are you crying? ചോദിച്ചു, നീ കരയുന്നത് എന്ത്? Why are you crying? മറിയ, നീ കരയുന്നത് എന്ത്? And it was early in the day. പ്രഭാത സമയമാണ്. Maybe still a little bit dark. ഇരുട്ട് തളം കെട്ടി അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട്.
She could not see where the voice was coming from. എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത് എന്ന് അവൾക്ക് തിരിച്ചറിയുന്നില്ല. But she hears someone say, "Why are you crying?" ആരോ നീ സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിക്കുന്ന ശബ്ദം മാത്രമേ അവൾ കേൾക്കുന്നുള്ളൂ. And what does the Bible tell us? വിശുദ്ധ വേദപുസ്തകം എന്താണ് പറയുന്നത്? It says she thought the gardener was speaking to her. അവൾ വിചാരിച്ചു തോട്ടക്കാരനായിരിക്കും അവളോട് സംസാരിക്കുന്നത് എന്ന് അവൾ നിരൂപിച്ചു. Do you remember that? ആ സംഭവം ഓർക്കുന്നുണ്ടല്ലോ? She thought it was the gardener. അവൾ വിചാരിച്ചു തോട്ടക്കാരനായിരിക്കും, അവിടുത്തെ തോട്ടം കാക്കുന്ന കാവൽക്കാരനായിരിക്കും തന്നോട് ഈ സംസാരിക്കുന്നതെന്ന്. Was she correct? ശരിയായിരുന്നു അവൾ വിചാരിച്ചത്? No. Actually, she was a little bit correct. അവള് പകുതി ശരിയായിരുന്നു. Because the first Adam was a gardener. ആദ്യത്തെ ആദാമിനെ തോട്ട സൂക്ഷിപ്പുകാരനായിട്ടാണ് എന്ത് ചെയ്തത്? ദൈവം തോട്ടത്തിലാക്കിയത്. അപ്പോൾ ന്യായമായിട്ടും ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവൾ വിചാരിച്ച എന്താണെന്നറിയുമോ? തോട്ട സൂക്ഷിപ്പുകാരനായിരിക്കും എന്നോട് ഈ ചോദിക്കുന്നതെന്ന്. Who was it that was speaking to Mary? ആരായിരുന്നു പക്ഷേ വാസ്തവത്തിൽ മറിയോട് സംസാരിച്ചത്? It was Jesus. യേശു ആയിരുന്നു. What does the New Testament call Jesus? പുതിയ നിയമത്തിൽ യേശുവിനെ കുറിച്ച് പുതിയ നിയമം വിളിക്കുന്നത് എന്നാ? The Apostle Paul calls Jesus the last Adam. അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ കുറിച്ച് പറയുന്ന ഒടുക്കത്തെ ആദാം എന്നാണ്. Amen. അപ്പോൾ ആ അർത്ഥത്തിൽ അവൻ തോട്ടക്കാരൻ തന്നെ. So she was a little bit wrong ഒന്നാമത്തെ ആദാം തോട്ടക്കാരനായിരുന്നത് പോലെ and a little bit right. ഒരർത്ഥത്തിൽ ശരിയാണ് അവൾ പറഞ്ഞത്. തോട്ടക്കാരൻ നിരൂപിച്ചത് ഒടുക്കത്തെ ആദാമാകുന്ന ഇവൻ തീർച്ചയായിട്ടും തോട്ടക്കാരനാണെന്ന് നമ്മൾ വിചാരിച്ചത്. ഒരർത്ഥത്തിൽ ശരിയാ, പകുതി ശരിയാ. We could say Jesus is the best gardener. നമുക്കൊരു കാര്യം അറിയാം, നല്ല തോട്ടക്കാരൻ അവൻ തന്നെയാണ്. Amen. We're journeying with Jesus through the Bible. യേശുവിനോടൊപ്പം നമ്മൾ ഈ ബൈബിളിലൂടെ യാത്ര ചെയ്യുകയാണ്. He's brought to the garden in his death and his burial. നോക്കുക, ഈ തോട്ടത്തിൽ യേശുവിനെ അടക്കം ചെയ്യുകയാണ്. Does the Bible tell us where the first Adam was buried? വേദപുസ്തകത്തിൽ എവിടാ പറഞ്ഞേക്കുന്നത്? ഒന്നാം ആദാമിനെ എവിടെ അടക്കം ചെയ്തു എന്നാ വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്? No. ആദാം മരിച്ചു എന്ന് തന്നെ പറയുന്നില്ല. We don't really know. എവിടെ അടക്കം ചെയ്തതെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. We're not really told where he went very much. We don't know much of him after he left the garden. തോട്ടം വിട്ടുപോയ ആദാമിൻ്റെ പിന്നുള്ള ജീവിതത്തെക്കുറിച്ച് അധികമൊന്നും വേദപുസ്തകത്തിൽ എന്ത് ചെയ്യുന്നില്ല, പ്രതിപാദിക്കുന്നില്ല. But let's talk തോട്ടം about വിട്ടുപോയോ പിന്നെ നിന്നെക്കുറിച്ച് അധികം ചർച്ചയൊന്നും ഉണ്ടാവത്തില്ല. അതൂതാ. Let's talk about Joseph again for a moment. നമുക്ക് വീണ്ടും ജോസഫിൻ്റെ അടുക്കേക്ക് വരാം. അതൂത് മനസ്സിലായവർക്ക് സ്തോത്രം. You remember Joseph was sold by his brothers. ശ്രദ്ധിച്ചാട്ടെ, ജോസഫ് സ്വന്തം സഹോദരന്മാരാൽ വിൽക്കപ്പെടുകയാണ്. ഇനി He's taken to Egypt. അങ്ങനെ മിസ്രൈമിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. And he becomes the leader. മിസ്രൈമിൽ അവസാനം അവനൊരു വലിയ ഉന്നത സ്ഥാനത്ത് അവൻ എത്തിച്ചേരുകയാണ്. ഫറവോന് രണ്ടാമനായി അവൻ എത്തിച്ചേരുന്നു. Except for Pharaoh, nobody is greater than Joseph. ഫറവോൻ കഴിഞ്ഞാൽ പിന്നെ ജോസഫിനേക്കാൾ വലിയവൻ വേറെ ആരുമില്ല അവിടെ. But like everybody, Joseph got old. നോക്കുക, ജോസഫും കുറെ കഴിഞ്ഞപ്പം പ്രായം ഉള്ളവനായി മാറി. And he knows that soon he will die. ജോസഫിന് മനസ്സിലായി ഇനി അധിക നാൾ എനിക്കില്ല, എൻ്റെ നിര്യാണകാലവും അടുത്തു എന്ന്. And you know the story, he had brought Jacob and the people of Israel to Egypt to be with him. അതിനു മുമ്പേ തന്നെ തൻ്റെ പിതാവാകുന്ന യാക്കോബിനെയും തൻ്റെ സഹോദരന്മാരെ എല്ലാം ജോസഫ് മിസ്രൈമിലേക്ക് കൊണ്ടുവന്നിരുന്നു. But when Joseph realizes, soon I will die, എന്നാൽ തൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്ന് ജോസഫിന് ബോധ്യമായപ്പോൾ what did he say to the people? What did he ask them to do? ഇസ്രായേൽ ജനത്തോട്, തൻ്റെ കുടുംബത്തോട്, തൻ്റെ ജനത്തോട് ജോസഫ് ഒരു പ്രത്യേക കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. എന്തുവായിരുന്നു? God will visit you. ദൈവം നിങ്ങളെ സന്ദർശിക്കും. He will take you out of this place. നിങ്ങളെ ദൈവം ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകും. He will take you home. നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് ദൈവം കൊണ്ടുവരും. And when you go, അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ please take me with you. എൻ്റെ ഈ അസ്ഥികളും കൂടെ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ജോസഫ് പറയുന്നുണ്ട്. I want to go home. എനിക്ക്
എൻ്റെ നാട്ടിലേക്ക് പോകണം. I want to rest where I came from. ഞാൻ എവിടെ നിന്നാണോ വന്നത് അവിടെ തന്നെ എനിക്ക് മടങ്ങിപ്പോയി എനിക്ക് അന്ത്യവിശ്രാമം കൊള്ളണം. We have another example in the Bible. വേദപുസ്തകത്തിൽ അതുപോലൊരു ഉദാഹരണം നമുക്ക് വീണ്ടും കാണാം. Abraham and Sarah. അബ്രഹാമും സാറായും. They were traveling people. അവര് സഞ്ചാരികളായിരുന്നു. They would live here for a while. കുറച്ച് നാൾ ഇവിടെ താമസിക്കും. Then they would move here for a while. പിന്നെ കുറച്ച് നാൾ അങ്ങോട്ട് പോകും. And they would move somewhere else. പിന്നെ അവിടുന്ന് വേറൊരിടത്തോട്ട് പോകും. But there was a place where Abraham had prepared a spot for Sarah to be buried. എന്നാൽ സാറ മരിച്ചു കഴിഞ്ഞപ്പോൾ സാറയെ അടക്കം ചെയ്യുവാനായിട്ട് അവൻ ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയ ഒരു സ്ഥലമുണ്ട്. മക്പേല എന്ന പേരിൽ ഒരു സ്ഥലത്തെ അവൻ വാങ്ങി. He had purchased some land so there would be a place for him to bury her. അത് അവൾക്ക് വേണ്ടി മാത്രമല്ല തൻ്റെയും സംസ്കാരത്തിനു വേണ്ടിയാണ് ആ സ്ഥലം അവൻ വാങ്ങി ക്രമീകരിച്ചിരിക്കുന്നത്. And they would still move from place to place. അതിനുശേഷവും അവിടെ സാറായെ അടക്കം ചെയ്തതിനു ശേഷവും അവർ പലയിടത്തോട്ട് യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. But when Sarah died, when Sarah died, he took her back to the place he had prepared for her burial. എന്നിട്ട് സാറ മരിച്ചപ്പോൾ അവർ സഞ്ചരിച്ച് എവിടെയാണോ ആയിരുന്നത് അവിടെ നിന്ന് ആ മൃതദേഹത്തെ അവർ മക്പേലയിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. So in the Old Testament we have this sense that people want to go home. പഴയ നിയമത്തിൽ നമുക്ക് കാണാം അവർക്കായി ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലത്തിൽ അവർ അന്ത്യവിശ്രമം കൊള്ളുവാൻ ആഗ്രഹിച്ച ഒരു ജനത്തെ നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് കഴിയും. Joseph says, even though I will be dead, take me home with you. ജോസഫ് പറയുകയാണ്, താൻ മിസ്രൈമിലാണ് ആ സമയത്ത് പറയുന്നു, ദൈവം ജനത്തെ സന്ദർശിക്കുമ്പോൾ എൻ്റെ അസ്ഥികളെ നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ അവയെ അടക്കം ചെയ്യണമെന്ന്. What did we read in the book of John? യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ എന്താണ് വായിക്കുന്നത്? In the garden where Jesus was buried, യേശുവിനെ ആ തോട്ടത്തിലുള്ള കല്ലറയിൽ അടക്കം ചെയ്യുമ്പോൾ there was a tomb that no one had ever been placed. ആരെയും ഒരു നാളും വെച്ചിട്ടില്ലാത്ത ഒരു കല്ലറ ആ തോട്ടത്തിലുണ്ടായിരുന്നു. Nobody had ever been buried there. ആരെയും ഒരു നാളും വെച്ചിട്ടില്ലാത്ത ഒരു കല്ലറ. But after Jesus has died, യേശു മരിച്ചതിനു ശേഷം he is taken to the tomb. ആ കല്ലറയിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. And he's buried in the tomb. അവിടെ ആ കല്ലറയിൽ അവനെ അടക്കം ചെയ്യുന്നു. I like to think of it this way. അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. Joseph wanted to be taken home. നോക്കുക, മിസ്രൈമിൽ വെച്ച് മരിക്കുന്ന ജോസഫിന് തൻ്റെ ഭവനത്തിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം ജോസഫ് വെളിപ്പെടുത്തുന്നു. Abraham took Sarah home. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെ ആ നിത്യവിശ്രാമ മക്പേലായിലേക്ക് കൊണ്ടുപോകുന്നു. What did Jesus do? യേശു എന്താണ് ചെയ്തത്? Jesus brought Adam home. യേശു ആദാമിനെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. Amen. We were not told where Adam was buried. ആദാമിനെ എവിടെ അടക്കം ചെയ്തതെന്ന് വേദപുസ്തകത്തിലെങ്ങും പറഞ്ഞിട്ടില്ല. The first Adam, we don't know where he was buried. ആദ്യ ആദാമിനെ എവിടെയാണ് അടക്കം ചെയ്തതെന്ന് വേദപുസ്തകം എങ്ങും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. But Jesus has come to redeem what started with Adam. ആദാമിനാൽ ഉണ്ടാക്കപ്പെട്ട പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. അതാണ്ടാക്കിയ പ്രശ്നം എന്തുവാ? പാപം. അതാണ്ടാക്കിയ പ്രശ്നം എന്തുവാ? മരണം. ഇത് രണ്ടും ആര് കൈകാര്യം ചെയ്തു? യേശു കൈകാര്യം ചെയ്തു. And his journey in reverse takes him all the way to a garden. എന്നിട്ട് ഇതെല്ലാം യേശു ചെയ്ത് തീർത്തത് എവിടാണെന്നറിയാമോ? ആദാം തോട്ടത്തിൽ നിന്നാണ് പാപവും മരണവും അനുസരണക്കേടും എല്ലാം കാണിച്ചതെങ്കിൽ യേശു തിരിച്ച് അതേ തോട്ടത്തിൽ വന്ന് പാപത്തിന് പരിഹാരവും മരണത്തിന് പരിഹാരവും എല്ലാം കൽപ്പിക്കുന്നത് ഒരു തോട്ടത്തിൽ വെച്ച് തന്നെയാണ്. മനസ്സിലായോ തോന്നുന്നത്? He has stopped the flow of death that started with Adam. ആദാമിനോടുകൂടെ ആരംഭിച്ച മരണത്തിൻ്റെ ഒഴുക്ക് യേശു ക്രിസ്തുവിലൂടെ നിത്യജീവൻ നൽകി തന്നുകൊണ്ട് അതിനൊരു അവസാനം കുറിച്ചു, അതിന് ഒരു സ്റ്റോപ്പ് ഇട്ടു. Amen. Amen. When Adam and Eve were sent out of the garden, ആദാമിനെ ഹവ്വയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ, do you remember what God put at the garden entrance? ആ തോട്ടത്തിന്റെ വാതിൽക്കൽ ദൈവം ചെയ്തത് എന്താണെന്ന് അറിയാമോ? ദൈവം ആരെ ആക്കി വെച്ചെന്ന് അറിയാമോ? An angel, right, was placed to guard the way.
തോട്ടത്തെ സൂക്ഷിക്കാനായിട്ട് ദൈവം കെരൂബുകളെ തിരിയുന്ന വാളുമായിട്ട് അവിടെ നിർത്തി. And even in the tabernacle with Moses and the temple with Solomon. നോക്കുക, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമാഗമന കൂടാരത്തിലെ കൃപാസനത്തിൽ 2 ദൂതന്മാർ 2 കെരൂബുകളുടെ രൂപമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ശലോമോൻ്റെ ദേവാലയത്തിൽ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ആ നിയമപ്പെട്ടകത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. The curtain between the holy place and the most holy place. വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു തിരശ്ശീലയുണ്ട്. The curtain had the image of the cherubim. നോക്കുക, ഈ തിരശ്ശീലയിലും ഈ കെരൂബുകളുടെ പടം നെയ്തു വെച്ചിട്ടുണ്ട്. It's like the cherubim is saying, you cannot come in. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ, നിങ്ങൾക്കിനി അങ്ങോട്ട് പ്രവേശനമില്ല എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. You can't come in. നിനക്കിനി പ്രവേശനമില്ല. The priest would go in once a year. ആണ്ടിൽ ഒരിക്കൽ പുരോഹിതന് മാത്രം അങ്ങോട്ട് കയറാം. Do you remember from this morning? ഇന്ന് രാവിലെ നമ്മളത് പഠിച്ചു. He would put the blood between the cherubim. ഈ 2 കെരൂബുകളുടെ മധ്യയുള്ള കൃപാസനത്തിലേക്ക് രക്തം അവൻ തളിക്കുകയാണ് ചെയ്യുന്നത്. Only once a year. ആണ്ടിൽ ഒരിക്കൽ മാത്രം. But Jesus comes. എന്നാൽ യേശു ഇപ്പോൾ വന്നിട്ട് And he is taken to the garden. തന്നെ ഈ തോട്ടത്തിലേക്ക് കൊണ്ടുവരിക. Because in Jesus, humanity is allowed to go in again. നോക്കുക, അനുസരണക്കേടിനാൽ തോട്ടത്തിൽ വെച്ച് നഷ്ടമായ ദൈവിക സാന്നിധ്യവും പാപത്തിൻ്റെ പ്രവേശനവും മരണത്തെയും യേശു അതേ തോട്ടത്തിലേക്ക് തന്നെ കടന്നു വന്ന് തൻ്റെ അനുസരണത്താൽ പാപത്തിന് പരിഹാരമുണ്ടാക്കി മരണത്തിന് പകരം നിത്യജീവൻ നമുക്ക് അവൻ നൽകി തരികയാണ് ചെയ്യുന്നത്. He has redeemed what went wrong through Adam. ഒന്നാം ആദാമിനാൽ മനുഷ്യൻ വഴിതെറ്റി പാപത്തിലേക്ക് വീഴ്ത്തപ്പെട്ടപ്പോൾ ഒടുക്കത്തെ ആദാമാകുന്ന യേശു ക്രിസ്തു തൻ്റെ അനുസരണത്താൽ എന്ത് ചെയ്തിരിക്കുന്നു, മരണത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുത്ത് നിത്യജീവൻ അവകാശിയാക്കി തീർത്തു. All the way back to the garden. നോക്കുക, തോട്ടത്തിൽ ആരംഭിച്ച ആ പ്രശ്നം മറ്റൊരു തോട്ടത്തിൽ അനുസരണത്താൽ പരിഹാരം ഉണ്ടാക്കി തന്നു. Do you remember the New Testament says we have a new and living way to enter the presence of God? പുതിയ നിയമത്തിൽ പറയുന്നു, പിതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ പുതിയതും ജീവനുള്ളതുമായ ഒരു വഴി ദൈവം നമുക്ക് തുറന്നു തന്നിരിക്കുന്നു എന്നാണ്. His name is Jesus. ആ വഴിയുടെ പേര് യേശു എന്നാ. ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു. He is faithful. അവനാ വിശ്വസ്തനായിരുന്നത്, നമ്മുടെ വിശ്വസ്തതയല്ല കേട്ടോ. He is the new covenant. അവിടുന്നാണ് ആ പുതിയ ഉടമ്പടി നമുക്ക് വേണ്ടി നിർവഹിച്ചത്. The covenant will not be broken. ആ ഉടമ്പടി ഒരിക്കലും ലംഘിക്കപ്പെടാൻ കഴിയാത്ത, മുറിക്കപ്പെടാൻ കഴിയാത്ത ഉടമ്പടിയാണ്. Your mistake does not change the covenant. നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളോ പരാജയങ്ങളോ ഒന്നും ആ ദൈവിക ഉടമ്പടിക്ക് വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. My failure doesn't change the covenant. എൻ്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളൊന്നും തന്നെ ദൈവിക ഉടമ്പടിക്ക് മാറ്റം വരുത്തുന്നില്ല. Because the descending of death that is pictured for us through Joshua. ഇതാ യോശുവായും പുരോഹിതന്മാരും ആ മരണത്തിലേക്ക് ചാവുകടലിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന യോർദാനെ സ്പർശിച്ചപ്പോൾ അത് നിർത്തിയതുപോലെ യേശു ക്രിസ്തുവിൻ്റെ മരണം മൂലം നമ്മെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് ജീവങ്കിലേക്കും പ്രത്യാശയെങ്കിലേക്കും ദൈവം നടത്തിയിരിക്കുന്നു. The water going all the way back to Adam. നോക്കുക, മറുവശത്തുള്ള വെള്ളമോ അത് ചിറ പോലെ ആദം പട്ടണം വരെ നിലനിന്നു എന്നാണ് വായിക്കുന്നത്. That story is telling us about Jesus. യേശു നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവിക പദ്ധതിയുടെ നിഴലുകളാണ് നാം പഴയ നിയമത്തിൽ കാണുന്നതൊക്കെ. He took humanity all the way back to the garden. നോക്കുക, മാനവ അനുസരണക്കേടിനാൽ നഷ്ടമായി പോയ സകല അനുഗ്രഹങ്ങളും തിരികെ പ്രാപിക്കേണ്ടതിന് മറ്റൊരു തോട്ടത്തിൽ വെച്ച് അനുസരണത്തോടുകൂടെ ദൈവിക നന്മകൾ നമുക്ക് അനുഭവിക്കാൻ തക്കവണ്ണം യേശു നമ്മെ യോഗ്യരാക്കി തീർത്തു. അഥവാ ഒടുവിലത്തെ ആദാം നമ്മെ പ്രാപ്തരാക്കി തീർത്തു. Maybe you remember what Jesus said to his disciples. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. He said, unless a piece of wheat is put in the ground, it stays alone. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും. But if you put it in the ground, it will create much fruit. എന്നാൽ അത് ചത്തു എങ്കിലോ
അനവധി ഫലം അതിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും. Jesus is buried in the garden. നോക്കുക, യേശുവിനെ ഈ തോട്ടത്തിൽ അവർ കൊണ്ട് അടക്കുകയാണ് ചെയ്തത്. The seed died. നോക്കുക, ആ വിത്ത് മരിച്ചു. And because of his death, അവന്റെ മരണത്താൽ, and because of his resurrection, അവന്റെ ഉയർപ്പിനാൽ everybody has a chance for new life. ആയിരക്കണക്കിന് ആളുകൾ ജീവൻ പ്രാപിക്കാനും അവന്റെ ജീവന്റെ അവകാശിയായി തീരാനും ഇടയായി തീർന്നു. യേശുവിന്റെ മരണത്താൽ ആയിരക്കണക്കിന് ജനത്തിന് ഇന്ന് ആ ജീവൻ അനുഭവിപ്പാൻ, ആ അനുഗ്രഹം അനുഭവിപ്പാൻ കാരണമായി തീർന്നു. Even the Old Testament is teaching us the gospel. നോക്കുക, പഴയ നിയമം മുഴുവനും ഈ സുവിശേഷമാ നമ്മെ പഠിപ്പിക്കുന്നത് മുഴുവൻ. So when you open your Bible, അതുകൊണ്ട് വേദപുസ്തകം തുറക്കുമ്പോഴെല്ലാം and you see, oh, I'm reading in the Old Testament ഞാൻ today. പഴയ നിയമമാണല്ലോ വായിക്കുന്നത്, ഇതിനകത്ത് പുതിയ നിയമ വിശ്വാസിയായി എനിക്ക് വല്ലതും ഉണ്ടോ എന്ന് ആരും സംശയിക്കേണ്ട ആവശ്യമില്ല. ഇത് നിനക്കുള്ളതാ മുഴുവനും. പഴയ നിയമത്തിൽ മുഴുവനും യേശുവിനെയാണ് നമുക്ക് കാണുന്നത്, അവൻ്റെ രക്ഷണ്യ വേലയാണ് കാണുന്നത്. അത് പുതിയ നിയമത്തിൻ്റെ കണ്ണാടി കൂടെ വായിക്കണമെന്നേ ഉള്ളൂ നിനക്ക്. Take Jesus with you when you read the Old Testament. അതായത് പഴയ നിയമം വായിക്കുമ്പോൾ യേശുവിനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയാൽ മതി. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഏതാണെന്നറിയാമോ? എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചിട്ടാ യേശു തന്നെക്കുറിച്ച് മുഴുവൻ എന്ത് ചെയ്തത്, വെളിപ്പെടുത്തി കൊടുത്തത്. അല്ലാതെ പൗലോസിന്റെ ലേഖനത്തിൽ നിന്നല്ല. I'm sure that in the Old Testament there are many things I have not seen yet. ഞാൻ ഇനിയും പറയാം, എനിക്ക് ഇനിയും കണ്ടെത്താൻ കഴിയാത്ത ഒത്തിരി മർമ്മങ്ങൾ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മങ്ങൾ പഴയ നിയമത്തിൽ ഇനിയും കിടപ്പുണ്ട്. എനിക്കതെല്ലാം മനസ്സിലായിട്ടില്ലെന്നേ ഉള്ളൂ. We're all learning. നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക. We all have a chance to take a look. നമ്മൾക്കെല്ലാം യേശുവിനോട് കൂടെ ഈ പഴയ നിയമത്തിലോട്ട് പോകാമെങ്കിൽ യേശു പറയും, ഈ ഭാഗം എന്നെ കുറിച്ചുള്ളതായിരുന്നു, ഈ ഭാഗം എന്നെ കുറിച്ചുള്ളതായിരുന്നു, ഈ ഭാഗം എന്നെ കുറിച്ചുള്ളതാണെന്ന് പറയും. We can say, Jesus, help me to see your story. കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവേ തിരുവെഴുത്തിലെ സത്യങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെക്കുറിച്ച് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് മുഴുവനും നമുക്ക് വെളിപ്പെടുത്തി തരും. Amen. ആമേൻ.